വരങ്ങളെ താരികാവേ ശുഭകരുണവാവേ 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 തവ ജനാഭിഷേകത്തിൻ സുഗന്ധ തൈലമേ ദിവ്യസ്നാന തൈലമേ ദിവ്യസ്നാന തൈലമേ ദിവ്യസ്നാന തൈലമേ പ്രാവു പോലെയോ ജ്വാല പോലെയോ കതിരൊളിവു പോലെയോ കതിരൊളിവു പോലെയോ കതിരൊളിവു പോലെയോ വാഴ മനസ്സിൻ ദൂരിജാൻ ആകെ മാറ്റുവാൻ ഗുണമേറി തീരുവാൻ ഗുണമേറി തീരുവാൻ ഗുണമേറി തീരുവാൻ പാപക്കടലിൻ ആഴം കണ്ട പാവി ഞാനയ്യോ എന്നിൽ കോപിയാതയ്യോ എന്നിൽ കോപിയാതയ്യോ എന്നിൽ കോപിയാതയ്യോ ദോഷച്ചെടിയിൽ മുഴുകി വാഴ് ദോഷി ഞാനല്ലോ ഗുണദോഷി നീയല്ലോ ഗുണദോഷി നീയല്ലോ ഗുണദോഷി നീയല്ലോ പ്രകൃതി കൊണ്ടു വികൃതമായ ഹൃദയം മാറുവാൻ നവഹൃദയം മാറുവാൻ നവഹൃദയം മാറുവാൻ നവഹൃദയം മാറുവാൻ ഇരുളകന്നൽ നഗമതിങ്ങ് വെളിവളയുവാൻ വേദത്തെളിവുണരുവാൻ 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 സത്യധർമ്മ നീതിമാൻ പുരകളാകുവാൻ കൃപ വളരെ നൽകുവാൻ കൃപ വളരെ നൽകുവാൻ കൃപ വളരെ നൽകുവാൻ
ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കാം. ഒന്നാം പാഠഭാഗമായി യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുടെ ഭാഗം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സസ് 24 to 36. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അകത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യ സ്ഥലങ്ങളിലെയും പണിയും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതേൻ തോട്ടം പോലെ ആയിത്തീർന്നുവല്ലോ. പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളുള്ളവ ആയിത്തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിത് ശൂന്യപ്രദേശത്തെ നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളിച്ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വഴിനടത്തുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 13 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേദ്യരും എലാമ്യരും മെസൊപ്പൊത്താമിയയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു.
ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ഇവിടെ 1-2 പാഠഭാഗങ്ങൾ അവസാനം. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിരുന്നേ എന്ന ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം നിങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന മുലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന മുലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വിണ്ണുമയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വിണ്ണുമയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പ്രാർത്ഥന സ്വീകരിക്കാം. യാചന അതുപോലെ ശുശ്രൂഷ കൈക്കൊള്ളുക. കടലിൽ ൂളിയ അരുളിടുക.
മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ ഏറ്റുകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. Son.
ഭാഗ്യവാൻ നിങ്ങളെ ഞങ്ങളറിയിച്ചതന്നെ മറ്റൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാതൂതൻ താനേൽക്കും സഭയിൽ പലതരമുപദേശങ്ങളാവോ ആരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൽ ഉപദേശം ദൈവമായ കർത്താവേ, ഈ സമയത്തെ തിരുസഭയക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ ദിവ്യന്മാരായ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിമണിക്കാരനുമായ പൗലോസ് സ്ലീഹായുടെയും കൽപ്പനകളെ വിടിപ്പോട് വിശുദ്ധിയോട് കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ചിതറിപ്പോയവർ ഭൂതന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ കൊയ്ലോക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോട് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തരുവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി. ഹല്ലേലൂയ, 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 സ്തുതിയാകുന്നു കർത്താവിലേക്ക്. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധമണ്ഡലത്തിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവികമായതിന്റെ വചനങ്ങളെ അറിവ് സജ്ജനം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനിയുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൗഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷവൃതകൾ ആചരിക്കുകയും നിന്റെ ദീർഘത പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് നികൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതലവരായി തീരുകയും ചെയ്യണമേ. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന
യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ വിശുദ്ധ കന്യക മറിയാമിൽ ഇവിടുത്തെ ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പുനരുത്ഥാനത്തിന് ശേഷം ഇപ്രകാരം സംഭവിച്ചു. അച്ചുവെട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവനെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്നോടടുപ്പാൻ സുവിശേഷം നീ തന്നതിനാൽ സ്തോത്രം. നിന്നറിയിപ്പിൽ നീ നിർവചനം കേൾക്കയ നിന്നെ മഹീകരിപ്പാൻ യോഗ്യരായ ഞങ്ങളെ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും നിരന്തരം നേരമില്ലായി ഇപ്പോഴും കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യതകളായി തീരണം. തന്റെ ശരീരം കുറിച്ച് നമ്മെ തീറ്റുകയും തന്റെ രക്തം പുലർത്ത് നമ്മെ കുളിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ വിശുദ്ധാത്മാവിന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സ്നേഹത്താനോട് അനുഗ്രഹങ്ങൾ അപേക്ഷിക്കണം. ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും നിങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണമായി ചില്ലാതെയാക്കുന്നവരുമായ ദൈവമായ കർത്താവ്, സംഖ്യയില്ലാതെ വണ്ണം വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള അതിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ച് നല്ലവരെ ദൈവവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിങ്ങളുടെ ആളുകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാകുന്ന മഞ്ഞ ഞങ്ങളെ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായെ ഞങ്ങൾക്ക് പാവപരിഹാരകരും നീയായിരിക്കണമേ. കർത്താവേ, നിങ്ങളുടെ പ്രവൃത്തി ചെയ്യണമേ. നിങ്ങളുടെ സഹായത്തിൽ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊണ്ട് ഗുരുതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ നിങ്ങൾ നീക്കമായി കളയണമേ. സമാധാനത്തിന് മനുഷ്യർക്കുണ്ടാകുന്നില്ലേ അവസാനത്തിന് നിങ്ങളെല്ലാവരെയും യോഗ്യതകളാക്കണമേ. നീ സ്നേഹിക്കുന്നതും ദൈവത്വത്തിന്റെ ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും കരയേറ്റുവാനായിട്ട് തന്നെ
ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ിൽ നിന്നും മാലാഖമാരിൽ നിന്നും പറഞ്ഞിരിക്കുന്നവരായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തന്റെ സ്നേഹമൂലം ലോകത്തിന് വെളിപ്പെട്ട വാത്സല്യപുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പാൽ ലോകത്തെ പരിപാലനമാക്കി ചെയ്യുന്ന നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ കരുണാസ്ത്രത്തിന് മുൻപാകെയുള്ള വിശുദ്ധ യാഗപീഠത്തിന്മേൽ ഞങ്ങളുടെ ആത്മീയാഗങ്ങളാകുന്ന സത്യരതാപവും സ്തുതി സ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും രോഗികളുടെ കുറ്റങ്ങൾ നീ മായിച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ വിശുദ്ധ മേശയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ വൃദ്ധന്മാരെ താങ്ങിക്കൊള്ളണമേ. യുവജനങ്ങളെ പരിപാകതയുള്ളവരാക്കണമേ. പൈതങ്ങളെ കൃപയിൽ വളർത്തേണമേ. സ്ത്രീകളെ സൗമ്യതയാകുന്ന അക്ഷഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നും നീക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ഉത്തരമായിട്ട് പറയണം: പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നമ്മളാവരും ഭംഗിയോടെ തന്നെ പിതാവിന്റെ പിന്നാലെ ചൊല്ലണം. ദവായ സർവശക്തനായ കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഓരോ ദിവസവും ദൈവം നമ്മെ അതിശയകരമായി കാക്കുന്നു, പരിപാലിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ദൈവത്തിന്റെ കൃപ എത്ര ശ്രേഷ്ഠമാകുന്നു. ദൈവം നൽകുന്ന നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ നമുക്കിടയായി തീരണം.
സൗഖ്യവും സമാധാനവും ശാന്തിയും ദൈവമാണ് പ്രദാനം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ വിവിധ വിഷമ സാഹചര്യങ്ങൾ കടന്നുപോയ അനേകർ സൗഖ്യം പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നതായ ഒരു വലിയ സന്തോഷാനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അങ്ങനെയുള്ളവരെല്ലാം ഈ സമയത്ത് ദൈവസന്നിധി സമർപ്പിക്കാം. ഓരോ വർഷവും ദൈവം കാക്കുന്നു, പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ അനുവദിക്കുന്ന ദൈവമാണ്. ആയുസ് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തോട് അനുഗ്രഹകരമായി ജീവിപ്പാൻ ഇടയാകുക. ദൈവ ഇഷ്ടപ്രകാരം ഓരോ രംഗങ്ങളിൽ അനുഗ്രഹകരമായി ജീവിക്കാൻ ദൈവം സഹായിക്കുന്നു. പ്രത്യേക ജീവിതത്തില് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവരെയും ദൈവത്തിൽ സമർപ്പിക്കുക. കുടുംബജീവിതത്തിന്റെ ധന്യത ദൈവമാകുന്നു. എല്ലായ്പ്പോഴും അനുഭവമാക്കി തീർക്കുന്നത് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഭാര്യ ഭർത്തൃ ബന്ധം, കുടുംബം ഇത് ഏറ്റവും അനുഗ്രഹകരമായി നയിപ്പാൻ ദൈവം സഹായിക്കുന്നു. വിവാഹ ജീവിതത്തിലെ ഒരു വർഷം കൂടെ പിന്നിട്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവരെയും ദൈവത്തിൽ സമർപ്പിക്കാം. വിവിധ രീതിയിൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ ഓരോ രംഗങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് തുടർന്നുള്ളതായ നാളുകളിൽ ദൈവമേ കാക്കണമേ, പരിപാലിക്കണമേ എന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അവിടുത്തെ കൂടെ ഉണ്ടായത് വഴി നടത്തുന്ന ദൈവമാണ്. ആയുസ് അവിടുത്തെ ദാനം, ജീവിക്കാൻ അനുവദിക്കുന്ന അവിടുത്തെ കൃപ. കഴിഞ്ഞ നാളുകളിലൊക്കെയും വിധങ്ങളായ വിഷമ സാഹചര്യങ്ങൾ കടന്നുപോയ ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നൽകിയതായ സമാധാനത്തിനായി, ശാന്തിക്കായി സ്തോത്രം ചെയ്യുന്നു. സൗഖ്യവും സമാധാനവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. ദൈവം നൽകുന്നതല്ലാതെ ഒന്നുമില്ല. ആ ദൈവഗ്രഹം അനുഭവിച്ച് തുറന്നും ജീവിപ്പാൻ ഇവരെയും സഹായിക്കണമേ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായ മക്കളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്നതായ ആയുസ് ദൈവത്തോട് അനുഗ്രഹകരമായി ജീവിപ്പാൻ ഇവരെയും തുറക്കണമേ. കുടുംബജീവിതത്തിലെ എത്രത്തോളം കാത്തു പരിപാലിച്ചു തുടർന്നും കൂടെ ഉണ്ടായ ദൈവം വഴി നടത്തും. ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹകരമായി ജീവിപ്പാൻ ഇടയായ ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് നോക്കി അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തന്നെ മഹത്വപ്പെടുത്തുവാൻ ഏവരെയും സഹായിക്കണമേ. കൃപയിലവിടുന്ന് കാക്കണമേ, ശക്തീകരിച്ച് വഴി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഏറ്റവും സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യുന്നു. ഇന്ന് തിരുസഭ
പെന്തിക്കോസ്തി ദിനം ആചരിക്കുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര വലുത് എന്നോർത്ത ദൈവത്തിന് നന്ദി കരയറ്റാം. കഴിഞ്ഞ 2.5 മാസമായിട്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ ആരാധനയിൽ പങ്കുചേരുകയാണല്ലോ. ദിവസങ്ങളിലൊക്കെയും ഇടവക തലത്തിലും സെൻട്രൽ തലത്തിലും ഭദ്രാസന തലത്തിലും സഭാതലത്തിലും വിവിധ രീതിയിൽ വിശ്വാസ സമൂഹവുമായിട്ട് ബന്ധപ്പെടുവാനും ഒരുമിച്ച് ആരാധനയുടെ മഹത്വം ദർശിപ്പാൻ നമുക്ക് സാധിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുക. ഇന്ന് ഈ ആരാധന ക്രമീകരിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാകുന്നു ഇന്ന് നാം ചേർന്ന് വരുന്നത്. ഭദ്രാസനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ അനുഭവിക്കുന്നതായ നന്മകൾ എത്ര വലുത് എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാൻ നമ്മുടെ ഒരു മീഡിയ പ്രോഗ്രാം, പ്രത്യേകിച്ച് മാർത്തോമാ മീഡിയ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ രീതിയിൽ വിശ്വാസ സമൂഹവുമായിട്ട് ബന്ധപ്പെടുവാൻ നമുക്കിടയായി തീർന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഏവർക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇതിന് നേതൃത്വം നൽകുന്ന മനോജ് കിളെ അച്ഛനെയും ഷിബു വെളിച്ചെറി അച്ഛനെയും റോഷനെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇവിടെ അടുത്തുള്ളതായ അച്ഛന്മാരുടെ സാന്നിധ്യം ഓരോ ഘട്ടങ്ങളിൽ അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കുന്നു. വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടുകൂടെ ഓരോ കാര്യങ്ങൾ പങ്കുചേരുന്നു. എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്ന് ആരാധന ആരംഭിക്കാനുള്ളതായ ക്രമീകരണം ഓരോ സ്ഥലങ്ങളിൽ നടക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റീസ് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ക്രമീകൃതമായി ശിക്ഷണത്തോടുകൂടെ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കരുതുന്നതായ മനോഭാവത്തോടുകൂടെ ആരാധനയിൽ സംബന്ധിപ്പാൻ എല്ലാവരും ശ്രമിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനായി ലഭിക്കുന്ന അവസരം സന്തോഷ അനുഭവമായിട്ട് നമുക്ക് കാണാം. ഇത് നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പെന്തിക്കോസ്ത് അനുഭവം അതിന്റെ പ്രത്യേകത എന്താകുന്നു? കം ഹോളി സ്പിരിറ്റ്, റിന്യൂ ദ ക്രിയേഷൻ. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് വായിച്ചതായ വേദഭാഗങ്ങൾ, 2 വേദഭാഗങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ലഭ്യതയും ആവാസവും ഇതെങ്ങനെയാണ് ആദിമ സഭയെ ധൈര്യപ്പെടുത്തിയത്, ശക്തിപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വാക്യങ്ങളില് യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളാണ് 2-ാം പാഠമായിട്ട് നാം വായിച്ചു കേട്ടത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൂടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു വെടുക്കുണ്ടായി. അവർ ഇരുന്നിരുന്നതായ വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരോരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിപ്പാൻ തുടങ്ങി. ഈ ഒരു വേദ ചിന്തകൾ, പ്രത്യേകിച്ച് ആദിമസഭ അനുഭവിച്ചതായ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നൽവരം ലഭ്യമായ
ആ ഒരു സാഹചര്യവും അതെങ്ങനെയാണ് ജീവിതത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇടയായ മുഖാന്തരവും നമ്മളിവിടെ ദർശിക്കുന്നുണ്ട്. ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്രകാരം നമ്മെ നയിക്കണം, അതിനുവേണ്ടി ഒരുങ്ങുന്നതായ ഒരു സമൂഹമായിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും, ആ രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് മുന്നോട്ട് നയിപ്പാൻ നമ്മെ ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതായ ഒരു വലിയ സന്ദർഭമായിട്ട് ഇത് നാം കാണുകയാണ്. ശിഷ്യന്മാര് വാതിലടച്ച് മുറിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തു അവരുടെ മധ്യത്തിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റതായ യേശുക്രിസ്തു ശിഷ്യന്മാരെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവരെ ശക്തിപ്പെടുത്തുന്നതായ, ധൈര്യപ്പെടുത്തുന്നതായ തന്റെ സാന്നിധ്യം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ശിഷ്യന്മാര് ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് ഈ ദൈവാത്മാവിന്റെ ആ ഒരു നിറവിൽ അവരെയാക്കുന്ന അനുഭവമാണ്. പക്ഷേ he breathed on them and said to them, receive the Holy Spirit. ദൈവാത്മാവിനെ അവരുടെ മേലെ ഊതി അവർക്ക് നൽകുന്നതായ ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ നാം കാണുന്നുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മണലിൽ നിന്ന് അവനെ മെനഞ്ഞ് അവനിലെ ജീവശ്വാസം ഊതിയതായ ആ ഒരു സംഭവം, ജീവനുള്ള ദേഹിയായിട്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയതായ ആ ഒരു ദൈവിക പദ്ധതി നാം കാണുന്നുണ്ട്. ജീവശ്വാസം ഊതി ജീവൻ നൽകുന്നതായ ദൈവം, ആ ജീവൻ സമൃദ്ധമായ ജീവന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതായ ഒന്നായിട്ട് കാണണം. യേശുക്രിസ്തുവിന് സമൃദ്ധമായ ജീവൻ സാധ്യമാകുന്നു. ജീവിക്കുന്ന ആത്മാവ് നിന്റെ മേൽ ഉണ്ടാകണം. ഈ നവജീവനാണ് യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഓരോ സാഹചര്യങ്ങളില് ജീവൻ നിലനിൽക്കുന്നതായ സമൃദ്ധമായ ജീവന്റെ അനുഭവത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നതായ ദൈവിക പദ്ധതിയിൽ പങ്കാളികളായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ശ്വാസവും ജീവനും അതിന്റെ പ്രാധാന്യവും വളരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് നമ്മുടെ. ഐ കനോട്ട് ബ്രീത്ത് എന്ന ശബ്ദം ഇന്ന് ധാരാളം മുടങ്ങി കേൾക്കുന്ന ഒരു സമൂഹമാണ്. ശ്വാസത്തിനു വേണ്ടി, ജീവന് വേണ്ടി കൊതിക്കുന്നതായ മനുഷ്യർ, ഈ ജീവനെ നശിപ്പിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ ധാരാളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, yes, I need the divine guidance, divine power, and the divine in my life. ഇതെല്ലാവരും അറിയേണ്ടത് ആവശ്യമാണ്. എന്നിലെ ദൈവത്തിന്റെ ആവാസം ഉള്ളപ്പോൾ എൻ്റെ സഹോദര ഇത് കാണുവാൻ സാധിക്കും. മറ്റുള്ള മനുഷ്യരുടെ ജീവന്റെ അനുഭവം പകരുവാൻ നമുക്ക് സാധിക്കും. മാനുഷികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ മനുഷ്യത്വം വെളിപ്പെടുത്തുന്നതായ ജീവിതമായിട്ട് ജീവിതത്തെ നയിക്കാൻ സാധിക്കും. ഈ ദൈവാത്മാവിന്റെ വ്യാപാരമാണ് ഇന്ന് മനുഷ്യന് ആവശ്യമായിരിക്കുന്നത്. എഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായിരിക്കുന്നതായ ഹൃദയം നിനക്ക് നൽകുന്നതായ ദൈവത്തിന്റെ ആത്മാവാണ്. കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസതുല്യമായ ഹൃദയം നൽകുന്നതായ ദൈവത്തിന്റെ ആത്മാവ് എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ശക്തിയായിട്ട് കാണാൻ സാധിക്കണം. When people are strangled to death, when they are prevailed sins of omission and commission, when there is inhuman behavior,
Yes, the breath of God that changes life, transforms life. We need the breath of life to have new life. ഈ ഗിവിംഗ് ഓഫ് ന്യൂ ലൈഫ് ഇത് ഇന്ന് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കണം. യേശു പുതിയ ജീവൻ, നവജീവൻ അവർക്ക് നൽകി. അവരെ ധൈര്യപ്പെടുത്തുക, അവർക്ക് പുതിയ നിയോഗം നൽകുകയാണ്. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വലിയ ദൈവിക പദ്ധതി ആദിമ വിശ്വാസികൾ അനുഭവിച്ചു. ഇന്നും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവമേ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ, നവജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ആവശ്യമാണ്. രണ്ടാമതായിട്ട് പെന്തിക്കോസ്ത് ദിനം ശിഷ്യന്മാര് കാത്തിരുന്ന ഒരു ദിവസമാണ്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യൂദയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോടെ സാക്ഷികളാകും. നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ. ഉയർപ്പിന് ശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അനുഭവിക്കുന്നതായ ഒരു ദൈവിക അനുഭവമാണ് ഈ കൊയ്ത്തുനാൾ ഉത്സവം കൊണ്ടാടുന്നതായ യഹൂദ പശ്ചാത്തലത്തിൽ ദൈവാത്മാവിന്റെ വ്യാപാരം അവരനുഭവിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലുമൊക്കെ കൊയ്ത്ത് സംവത്സരം is connected to the harvest festival associated with presenting the first fruit of gain to the Lord. അത് വളരെ ശക്തമായിട്ട് നമ്മൾ കാണുന്ന ദൈവിക ചിന്തയാണ്. അവിടെ ആദ്യഫലം എന്ന രീതിയിൽ സഭയ്ക്ക്, വിശ്വാസ സമൂഹത്തിന് അനുഗ്രഹമായി ജീവിപ്പാൻ ദൈവം നൽകുന്നതായ ദൈവിക ദാനമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നാം കാണുന്നത്. Early disciples experienced the presence of Christ and the power of Christ. ഇത് ശിശുരുടെ മേല് അഗ്നിജ്വാല തുല്യമായിട്ടുള്ള അനുഭവത്തില് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്നതായ നാവുകൾ പതിഞ്ഞ സമയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ പങ്കാളികളായി മുന്നോട്ട് പോകുവാൻ ഇടയാകുന്ന ഒരു സാഹചര്യമായിട്ട് അതിനെ നാം കാണുന്നുണ്ട്. God's purpose is dramatically displayed in the miraculous tongues of Pentecost. ദൈവാത്മാവ് നൽകപ്പെട്ട ആത്മാവാണ്. നമ്മുടെ ആരാധനയിലെ പട്ടങ്ങളുടെ ശുശ്രൂഷയിലൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ നീ പരിശുദ്ധനാകുന്നു എന്ന് ഉള്ള പ്രാർത്ഥന, ജീവൻ നൽകുന്ന ആത്മാവേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ഈ നൽകപ്പെട്ട ദൈവിക ആത്മാവ് ഇതെന്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്ന ഈ സ്പിരിറ്റ് ഈസ് ഡോർമെന്റ് ഇൻ അവർ ലൈഫ്, ബട്ട് ഇറ്റ് നീഡ്സ് ടു ബി ആക്ടിവേറ്റഡ്. ഈ ദൈവാത്മാവ് നമ്മിലുണ്ട് എന്ന് നാം പറയുമ്പോൾ അതെങ്ങനെയാണ് അതിനെ സജീവമാക്കുന്നത് എന്നുള്ളത് നാം എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് സന്ദേശത്തില് പറയുന്നത് വേവ്സ് ഓഫ് ഡിസ്പയർ ആൻഡ് ടങ്സ് ഓഫ് ഫയർ എന്നുള്ള
നിരാശയുടെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിജ്വാലയാലുള്ള നാവുകൾ ഇത് നമുക്ക് ലഭ്യമാകുന്നു. സഭയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടിൽ the church was born in tumult yet emerged from the chaos with a potent Indian life-changing message relevant to all cultures and contexts. As on the first Pentecost, so it must be again today. The pandemic, a silent, invisible, lethal, and natural force, has wreaked havoc in economies, upset individuals, families, and community life, eluded the most sophisticated system of global and local healthcare, and it tested the strength and efficacy of governance and caused outbreaks of hunger and joblessness. ഇത് ഇന്നത്തെ ഒരു സാഹചര്യമായിട്ട് ഉയർത്തിക്കാട്ടുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നതായ വേദനയും പ്രയാസവും ഇതിന്റെ മധ്യത്തിൽ ഈ അഗ്നിനാവുകൾ സമാനമായിട്ടുള്ളതായ ദൈവാത്മാവിന്റെ വ്യാപാരം മനുഷ്യ നാവുകളെ എന്തിനു വേണ്ടിയാണ് ഒരുക്കുന്നത്, രൂപപ്പെടുത്തുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Yes, life of humanity, its peril and possibilities. But God listens to the cry of the people, the groaning of the creation, and the brokenness of human life. സൃഷ്ടിയുടെ ഞരക്കം ശ്രമിക്കുന്ന ദൈവമാണ്. മനുഷ്യരുടെ തകർച്ച, അതിന്റെ മധ്യത്തിൽ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. ഭിന്നിച്ചിരിക്കുന്നതായ ഏവരെയും സംയോജിപ്പിക്കുന്നതായി ഒരുമിപ്പിക്കുന്ന ദൈവമാണ്. The disintegrated community get integrated through the power of the Holy Spirit. The unity that is given to humanity. അതിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രാർത്ഥന പ്രകാരം നമ്മൾ വായിക്കുന്നത് He who scattered those who conspired on the tower through division of tongues, today reunites the divided tongues of the nation in the holy upper room. ബാബേലിന്റെ സംസ്കാരം ചിഹ്നിപ്പിക്കുന്നതായ ഒന്നായിരുന്നു. നമുക്ക് പേരുണ്ടാക്കുക എന്നുള്ള പേരില് ബാബേൽ കെട്ടിപ്പണിയുവാൻ ശ്രമിക്കുന്ന മനുഷ്യർ, എംപയർ ബിൽഡിംഗ് ആൻഡ് എംപയർ സ്ട്രക്ചർ, ഇതെല്ലാം നമ്മൾ കാണുന്ന ഒന്നാണ്. ഇവിടെ ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള പദ്ധതി എന്താണ്? God is uniting everyone. It is not disintegration, but it is unity, oneness. Integrating the community. ഇത് പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാകുന്നതായ ഒരു അനുഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. Yes, God will renew the face of the earth. ഇവിടെയാണ് പ്രാർത്ഥന. Come Holy Spirit, renew the creation. പലരും ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. We are moving to a new world order. After the COVID pandemic, it will be a new world. സകലത്തിനെയും പുതുതാക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ. Yes, projections and predictions. But we believe in God, the Spirit, and we need to experience the power of the Holy Spirit in our life in order to do God's will. മൂന്നാമത് ഇത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പെന്തിക്കോസ്ത് നാളില് ശിഷ്യന്മാര് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെങ്ങനെയാണ് ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. Evangelization through the power of the Holy Spirit. Proclamation of the gospel through the power of the Holy Spirit. Pentecost experience empowered them to proclaim the gospel and to witness Jesus Christ through their life. ഇത് വളരെ ശ്രദ്ധേയമായത് മനസ്സിലാക്കേണ്ടതാണ്.
So the Spirit instills in us the courage to face the grief and pain. Church is called to evangelize the world. Peter, preaching to the crowd, thousands got converted, transformed. 3000 പേരോളം ഒറ്റ പ്രസംഗത്തില് ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നതായ പശ്ചാത്തലമാണത്. Yes, Peter was well prepared. About 50 days, they were together. They were wondering what to do. എന്നാൽ ഇപ്പോൾ ദൈവാത്മാവിൽ അവർക്ക് ശക്തിയോടുകൂടെ എല്ലാറ്റിനും ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ പ്രവർത്തിപ്പാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പത്രോസ് പഠിച്ച ഒരു പാഠം എന്ന് പറയുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്, എല്ലാറ്റിനും ഒരു രീതിയുണ്ട്. എടുത്തു ചാടി ചെയ്യുന്ന പ്രവർത്തനം അല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ദൈവത്തിന്റെ സമയം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തോടു കൂടെയാണ് എന്നുള്ളതായ ബോധം എൻ്റെ ജീവിതത്തെ അനുഗ്രഹകരമാക്കുന്ന ഒന്നാണ്. ആ ദൈവിക പദ്ധതിയിൽ പങ്കാളിയെ മുന്നോട്ട് പോകുവാനായിട്ടാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നതിന് ബോധം ആവശ്യമാണ്. ഇവിടെയാണ് ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും യെസ് ഗോഡ് ഈസ് വിത്ത് us and opening new ways in our life എന്ന് ചിന്തിപ്പാൻ സാധിക്കുന്നത്. CDC ഡയറക്ടർ ഡോക്ടർ റോബർട്ട് റിഫീൽഡ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമായി എനിക്ക് തോന്നി. Sun will shine after the storm. Sun will shine after the storm. Hope for the future. അതെ, ഭാവിയെ നോക്കിക്കൊണ്ട് ഈ ദൈവത്തോടുകൂടെ ഞാൻ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന് ദൈവമായിട്ടുള്ളതായ നടത്തിപ്പ് അനുഭവമാണ് നമുക്കിടയായിത്തീരും. The call to proclaim the good news in the world. ദൈവാത്മാവിന് നൽകപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ ദൗത്യം നിറവേറ്റുവാനായിട്ടാണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. നവജീവൻ നൽകുന്നതായ ആത്മാവ്, നവശക്തി പകരുന്നതായ ആത്മാവ്, നവസൃഷ്ടി സാധ്യമാക്കുന്ന ദൈവാത്മാവ്, സകല സത്യത്തിന് വഴി നടത്തുന്നതായ ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. ആ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെട്ട് ദൈവത്തോട് അനുഗ്രഹകരമായി ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, അവിടുത്തെ കൃപയായി ഞങ്ങളെ കാക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Always gracious and almighty, triune God, Father, Son, Holy Spirit. As we celebrate today as the feast of the Pentecost, God has told us the church should know that you sent the Holy Spirit amongst each and every single one of us. Thank you, Lord, with the exception of this world and creation, you breathed through Adam, and also before you ascended to heaven, you breathed through your apostles, Lord Father. God has sort of know the true meaning of the ministry that we have, that you are consoling us, counseling us, and guiding us in life. Help us, Lord, to share the love that you lived in this world so that we can be your hands and feet to do all that you called us to do. We thank you, Lord, for today's message. May it be a great light for us to move forward, understanding your love and abiding by it as you are counseling us day by day and guiding us. We pray for the whole diocese as a whole, especially all the churches, also who are watching this live stream and partaking in this Qurbana. God is Lord to worship you in spirit and in truth. We pray for this pandemic time. Please, Lord, heal your land. In Christ's name we pray. Amen. സംബന്ധിക്കണക്ക് സത്യാവതാവത്തോട് സംസാരത്തിന്റെ പ്രാർത്ഥന പിന്നാലെ ഏറ്റില്ല. സർവശക്തിയുള്ള തമ്പുരാനെ, നിനക്ക് വിരോധമായും നിനക്ക് ലോകത്തെ രക്ഷിക്കാനായി തന്റെ കൃപയാൽ
തന്റെ കൃപയാൽ വിശുദ്ധ കന്യാമറിയാമിൽ ജനിച്ച് വിശുദ്ധ കന്യാമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ മെസ്സിയ തമ്പുരാനെ നിനക്ക് വിരോധമായും സ്ഥലത്തെയും ജീവിപ്പിക്കുന്നവനും ആശുദ്ധീകരിക്കുന്നതിനുമായ വിശുദ്ധാത്മാവാം തമ്പുരാനെ നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു. സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. എന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. എന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും ക്രമനിർണ്ണയനുമായ കർത്താവേ, ചെറുക്കാരനെയും അപാപിനിയായ സ്ത്രീയെയും കുരിശിലെ ചകളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് എന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും ശിക്ഷാധികുറ്റത്തിനായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. സത്യമായി ഞങ്ങൾ പാവങ്ങളെ ദിവസത്തിന്റെ ഏറ്റവും ദൈവകർത്താവ് നിങ്ങൾ പാവങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. യേശുവട്ടാത്തിനും നമ്മെ പാത്രത്തെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോട് കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐക്യവത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്താൽ പരിശുദ്ധ എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സർവദാ
മുൻപാകെ നമുക്ക് തളകളെ നാം എല്ലാവരും വണക്കണം. കർത്താവേ, ശാശ്വതമായ വാഴ്വുകളെ ഞങ്ങൾ എല്ലാവരെയും നീ വാഴ്ത്തേണമേ. നിന്റെ ഏകപുത്രന്റെ നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും പറയലും ശാസ്ത്രോടും ദൈവത്തോടും സൂക്ഷിക്കണം. സൈന്യത്തിനുടേനായ പിതാവായ ദൈവത്തിന് പ്രിയ സമാധാനവും സ്വാതന്ത്ര്യമാകുന്നതിൽ തരത്തിലും സമാധാനത്തിൽ മണക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും ജീവനും സിദ്ധിയുമുള്ള ഏകറുഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടവായ ഉന്നതത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും ഹൃദയങ്ങളും വിചാരങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും തിരുവസനത്തിലൂടെ മഹത്വപ്പെടുത്തുന്ന അഗ്നിഭയന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ത് പാടി സ്തുതിപ്പാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന്റെ താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു, സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധാസ്ലിഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുൾ ചെയ്തു. പ്രകാരം തന്നെ മുദ്രസത്തിൽ വെള്ളത്തിൽ കലർത്തിയതായ കാസയും താൻ എടുത്തു, സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് വിശുദ്ധാസ്ലിഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. നിരകർക്ക് വേണ്ടി പാവമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുൾ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ സംരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവരോരോരുത്തരും പ്രകാരം പ്രതിപകരം നൽകുന്ന പരിഭ്രമകരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തവാദിന്റെ സഭയും നിന്റെ ഇടവകളും നിന്നോട് മുഖാന്തര പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേലെ അനുഗ്രഹം ചൊരിയണമേ. ഈ അപ്പം നമ്മുടെ കർത്താവേ ശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹാ
അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേ മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടകളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാല് ഭാഗങ്ങളുള്ള സർവപ്രകാരയും പിതാവായ നിങ്ങളെ ഹരിക്കുന്ന പിതാവായ ജസ്മർത്തായും നിങ്ങളുമായ സംസർഗത്തിലുള്ള മോഡൽമാരെയും ഞങ്ങൾ കൻസബയുടെ ആർച്ച് ബിഷപ്പിനെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗിരീസ് മാർത്തിയുടെ സഫറത്തായും യാക്കി മാർക്കൂലോസ് ജോസഫ് മാർ ബർണബാസ് തോമസ് മാത്യു മത്യോസ് ഐസക് മാർ ഫിലിക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മർക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തോമസ് മാത്യൂത്തോസ് എപ്പിസ്കോപ്പമാരെയും മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കന്യാടനെ ഓർക്കണമേ. ദാനങ്ങളവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വടി കൂടാതെ ഒരാക്കി തീർക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രന്മാർക്കും നിയമസഭകൾക്ക് വേണ്ടിയും പ്രത്യേകമായ ഭാരതത്തിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്ന വിശാല മനസ്സും സഹന ബുദ്ധിയും ദൈവാശ്രയും അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിനായി യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധാകനെ മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും സ്ലേഹന്മാരെയും അറിയിപ്പുകാരെയും ഏവകലസ്തന്മാരെയും സഹതന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശ്വാസികളെ സഹമരിച്ചവരെയും അവസാനത്തിൽ നീ ഉയർപ്പിച്ച് അനുഗ്രഹമാക്കുമ്പോൾ അവർക്ക് ഒരു ദോഷബുദ്ധിക്ക് നിങ്ങളെയും യോഗ്യതരാക്കി സ്വതരാജ്യം ചേർത്തുകൊള്ളണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
നൽകണമേ നിൻ കാരുണ്യത്താ സ്വർഗ്ഗത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യും. തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹങ്ങളിറക്കുന്നു നല്ലവരെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിവിധങ്ങളായ ജീവിതാനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ധാരാളമായ കൃപ അനുഭവിച്ച് സമാധാനവും ശാന്തിയും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കാൻ നമുക്ക് അപേക്ഷിക്കാം. ദേശത്തിന് സൗഖ്യവും മനുഷ്യർക്ക് സമാധാനവും ഓരോ ജീവിത സാഹചര്യങ്ങളിലും പ്രത്യാശയും പകരുന്നതായ ദൈവം എല്ലായ്പ്പോഴും കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് ജീവിതത്തെ നയിപ്പാൻ ഇവരും ഇടയാക്കാൻ നമുക്ക് അപേക്ഷിക്കാം. ഓരോ പ്രദേശങ്ങളിൽ രോഗങ്ങളിലെ വിഷമ സാഹചര്യങ്ങളിലൊക്കെ കഴിയുന്ന എവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് കരുണ ചിരിയണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ എവരെ ശക്തീകരിക്കണമേ. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ എവരെയും കാക്കണമേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ പ്രവർത്തനവും എല്ലായ്പ്പോഴും എൻ്റെ കരങ്ങളിലാകുന്നുവല്ലോ. അവിടുന്ന് ഞങ്ങളെ തലോടയണമേ. ആത്മാവിൻ്റെ ആവാസം നിന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയിലൂടെ വിതരങ്ങൾ ചെയ്ത ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രദേശങ്ങളിൽ മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ത്യാഗാത്മകമായ ജീവിതത്തിലൂടെ മനുഷ്യ നന്മ ലാക്കാക്കി പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം നൽകുന്നതായ ദൈവമാണ് കൂടെ ഉള്ളത് എന്നുള്ള ബോധം ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭ ഇന്ന് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുന്ന സന്ദർഭം പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അനുഭവിച്ച് പുതിയ സൃഷ്ടി സാധ്യമാക്കുന്നതായ ദൈവം കൂടിയുണ്ട്. നാളെയിലേക്ക് നോക്കുമ്പോൾ പ്രകാശപൂരിതമായിട്ടുള്ളതായ ഒരു നാളെ കണ്ടെത്തുവാൻ ഇടയാക്കണമേ നമുക്ക് അപേക്ഷിക്കാം. ഭയവും ആശങ്കയും നിറയുന്ന സാഹചര്യങ്ങളിൽ ദൂരീകരിക്കുന്നതായ ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിപ്പാൻ ഇടയാകാൻ നമുക്ക് അപേക്ഷിക്കാം. ഭദ്രാസനത്തിൻ്റെ വിവിധ ആവശ്യങ്ങളെ, പ്രത്യേകിച്ച് ഇടവകളെ, ഓരോ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തിന് കൊടുത്താം. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനകൾ കുമാറാകണമേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവരും യാചനകളെ നൽകുന്നവരുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച പരിശുദ്ധനായ ഏകപുത്രങ്ങളെ പ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ രൂപഭാഗം ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടികളെല്ലാം സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും മധ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അതുപോലും വൈവതും കൂടെ സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിന്നും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. എന്റെ തിരുവനന്തപുരയിലെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നതും നിവൃത്തി വരുത്തുന്നവരുമായ ജീവന വിശുദ്ധിയുമുള്ള ഏകറൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ചേട്ടുള്ളവരാം പുണ്യ പിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയും മോർത്തവരെ പിന്തുടരേണം ദൈവ സുതനവരെ മോക്ഷേമാക്കും അനുഗ്രഹിച്ച ഞങ്ങളെ തുണയ്ക്കണമേ. വാത്സല്യമുള്ളവരെ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യദിവസങ്ങൾ പോലെയാകുന്നു. ശരണത്തിൽ ുണർത്തുമ്പോ ഞങ്ങളെയും നീയോ കേണമേ. Somen Carlos Curie Laiso Kalpanayan Maranam Adhikaram Chedu Minuyapaladu Manya Dina Dinakai Stotram എല്ലാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആറാം സുതരെ ചേർത്തിടുവോനെ മരണം അധികാരം ചെയ്തു നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ.
ആറാം സുതരേ സ്വന്തമെന്നതായി ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദം ഉയർത്തി നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം വന്ദന സുസ്ഥിരമാകുന്നു. ആദ്യം മുതൽ തലമുറ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനെ കൊടുത്ത് നേൽപ്പിന്നു. ഞങ്ങളുടെ വർഗത്തിന്റെ നീക്കുള്ള ഒതുക്കത്തിനുമായി വരുവായിരിക്കുന്നവരുമായ ദൈവപുത്ര, പരിഹാരം ചെയ്തിരിക്കുന്നതായ നീയാകത്താൽ എന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാത്തതല്ലാത്ത പരിഹാരത്തിനും പാപമോചനത്തിനും പ്രസാദത്തിനുമായി ഗാഗുൽഥായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നിർവഹിക്കാവതല്ലാ തിരുശക്തികളെ കൈക്കൊള്ളുന്ന ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുവിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ച് കൊടുക്കുന്നവരും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ ദൈവത്തിന്റെ ആർദ്രതകൾ ഞങ്ങളുടെ പേരിലും എന്നേക്കും കണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. പരിഹാരത്തിനും പാപമോചനത്തിനുമായി ഗാഗുൽഥായിൽ വെച്ച് മുറിക്കപ്പെടുകയായ ശരീരവും രക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ നാം നിർക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ. നാം ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും ക്രിസ്തുവിൽ നാം ഒരേ അപ്പത്തിൻ അംശികൾ ആകുന്നു. ഹല്ലേലൂയാഹു ഹല്ലേലൂയാഹു ഹല്ലേലൂയാ 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 പാനം ചെയ്താതിരിക്കും ഞങ്ങൾക്കായി രക്ഷാവധിക്കുമായി ഭവിക്കരുത്. പിന്നെയോ നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സംബന്ധിക്കുന്ന ഞങ്ങളെ യോഗ്യതൽപരാക്കിയ ഇത് കരുണകൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൃശ്യങ്ങളെ കുറ്റപ്പെടാതെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതൽപരായിട്ട് ആദ്യം മുതലുള്ള സകല വിശുദ്ധന്മാരുടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാറായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായി ചുരുക്കി വന്ന വലിയ അത്ഭുതമായ ദൈവമേ, ഞങ്ങൾ നിന്റെ എതിരായ പിതാവായ ദൈവത്തെയും പരിശുദ്ധ റൂഹായി വിശ്വാസത്തിൽപ്പെട്ടവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യും നിലോയി ദേവാ, തിങ്ങും കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശോഭിതമാം നിൻ ക്രൂശിൻ നിഴലിൽ ഞങ്ങളെ മറച്ച് കാരുണ്യത്താ ഈ കൂട്ടത്തെ വാഴ്ത്തിയിടണമേ. സമാധാനത്തോടെ വാത്സല്യമുള്ളവരെ, പാപപരിഹാരം ചെയ്യാൻ കർത്താവിനെയാകുന്നു നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്കളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിനും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചയക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന് ജയം നൽകുന്ന ശ്രീമായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരും നേതൃത്വം ഘടകങ്ങളെ ഭേദിച്ച് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. സഹായിപ്പാനായി നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. Thank you everyone for joining for today's worship, and wish all a blessed day and the experience of the Pentecost. And may God bless everyone wherever you are. Thank you very much, especially for participating in this worship.